ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? നീയെല്ലാം കേട്ടല്ലോ അല്ലേ? നിഹാരിക കാണിച്ചു കൂട്ടിയത് നീ കണ്ടോ? അമ്മേ, നിങ്ങൾ നിഹാരികയെ വിശ്വസിക്കരുത്. ഇതൊക്കെ ഈ കള്ളി മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇപ്പൊ ഞാൻ അമ്മയോട് കുറച്ച് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാ വന്നത്. നമ്മളെ വിശ്വസിച്ചു വന്നൊരു പെണ്ണിന്റെ കണ്ണീര് നിനക്ക് നാടകമായി തോന്നിയല്ലേ? അതെ അച്ഛാ, എനിക്ക് നാടകമായിട്ട് തന്നെ ഇത് തോന്നിയത് അച്ഛാ. നിങ്ങൾ ആരും ഇത് വിശ്വസിക്കാൻ പാടില്ല. ഇന്ന് നിഹാരികയെ കുറിച്ചും കൃഷ്ണേട്ടനെ പറ്റിയൊക്കെ നിങ്ങളോട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്തു പറയാനുണ്ടെന്നാ? എപ്പോഴും നിനക്കും ആവനിക്കും നിഹാരിയെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമല്ലേ സമയമുള്ളൂ? എന്തിനാടാ ആ പാവത്തിനോട് അത്ര ദേഷ്യം കാണിക്കുന്നേ? അതങ്ങനെയല്ല അച്ഛാ. നീ മിണ്ടരുത്. ആദ്യം ഞാനൊന്ന് പറയട്ടെ. എടാ, കല്യാണം നടന്നില്ല എന്നൊരു കാരണം കൊണ്ട് പുറത്തുനിന്ന് കയറി വന്നൊരു പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വെച്ച് അവൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി. കൃഷ്ണയെ സമ്മതിപ്പിച്ച് കല്യാണം നടത്തിയില്ലെങ്കിൽ ഇപ്പൊ നിഹാരിക കുടിക്കാനെടുത്ത ആ വിഷം അമ്മയ്ക്ക് കുടിക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും എന്നെ ഏൽപ്പിച്ച ബാധ്യതയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു നോക്കാമേ. ആഹാ, ഈ സീനിനോട് നിഹാരിക പരിപൂർണ ന്യായം പുലർത്തി. എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ചേരുന്ന മരുമകളാണ് നീ. നിന്നെ ഞങ്ങൾ കൈവിടില്ല മോളെ. കാര്യങ്ങളെല്ലാം ആവനിയെ ഏൽപ്പിച്ചല്ലോ. ആവനി കൃഷ്ണയുടെ മനസ്സ് തീർച്ചയായും മാറ്റും. മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും എടുത്ത് ചാടരുത് മോളെ. ശരി അമ്മ. സത്യം പറയാൻ വേണ്ടി പോയതാ. അവൾ ആത്മഹത്യ നാടകം കളിച്ച് സത്യം പറയാൻ വയ്യാതെ തടഞ്ഞു വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് പ്രശ്നമാകുമെന്ന് നിങ്ങളും ചേച്ചിയും പറഞ്ഞു. എന്നാൽ സത്യം പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നുള്ള അവസ്ഥയില നമ്മളിപ്പോ. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ബന്ധത്തില് നമ്മളും പെട്ടുപോയതാ, ഒരു കെണിയിൽ പെട്ടതുപോലെ. അതുകൊണ്ട് നിഹാരികയെ പോലെ നിൽക്കാൻ കഴിയില്ല, നിമിഷ നേരം കൊണ്ട് മാറാൻ കഴിയില്ല, വാക്ക് തെറ്റിക്കാനും കഴിയില്ല. അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല ഏട്ടാ. നിഹാരിക പക്ഷേ എല്ലാവരെയും വഞ്ചിച്ച് വഞ്ചിച്ച് നമ്മുടെ വായടപ്പിക്കാൻ വേണ്ടി ചെയ്യുവോ? നല്ലവരെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവര് മറുത്തൊന്നും പറയില്ല എന്ന് കരുതി അതിര് കടക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാ മുൻപിലുള്ള കണ്ണാടി വീണുടഞ്ഞു കഴിഞ്ഞാ അത് മൂർച്ചയുള്ള ആയുധമായിട്ട് മാറും. അതാ നിഹാരിക ഉടനെ തന്നെ തിരിച്ചറിയുകയും ചെയ്യും. അച്ഛനും അമ്മയ്ക്കും സ്വയം അവരുടെ തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവര് കേൾക്കില്ല. എന്താണെന്നറിയോ, അവരെയാ കൂടുതലും വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടായിരിക്കും ഏട്ടാ സത്യം പറയുന്നവരെ ശത്രുവായിട്ട് കാണുന്നത്. സത്യത്തില്
സത്യത്തിനുള്ള ശക്തി വളരെ കുറവായിട്ടാ. കള്ളത്തിനാണെങ്കിൽ ശക്തി വളരെ കൂടുതലുമാ. അമ്മയുടെ കാര്യത്തെ പറ്റിയാ ഞാൻ ആ സമയത്ത് ആലോചിച്ചത്. എന്റെ കയ്യിൽ പിടിച്ച് താനെന്നെ തടഞ്ഞുകൊണ്ട് മാത്രമാ ഞാൻ അടങ്ങിയത് അവനി. ഇല്ലെങ്കിൽ ഇന്നിവിടുത്തെ അവസ്ഥ ആകെ കൈവിട്ട് പോയേനെ. അമ്മ ഇക്കാര്യവും പറഞ്ഞ് എന്നോട് ഇങ്ങനെ അപേക്ഷിക്കുന്നത് കാണുമ്പോ എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ. അവനി, താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കെ. താൻ വേണമെങ്കിൽ എന്റെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചോദിച്ചോളൂ. തനിക്ക് വേണ്ടി എന്റെ സ്വന്തം ജീവൻ ഞാൻ തരും. തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം അവനി. കൃഷ്ണ, 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 കൃഷ്ണ. ഇവിടെയുണ്ട്. ഇതെന്തിനാ കൃഷ്ണ? ഇതുണ്ടല്ലോ, വിജയെ സ്വന്തമാക്കിയവർക്ക് നേരെ, അല്ലെങ്കിൽ വീരത്വം തെളിയിച്ചവർക്ക് നേരെ എറിയാനുള്ളതാ. അതുകൊണ്ട് നിനക്ക് പുഷ്പാഭിഷേകം നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. വിജയവും വീരത്വവും ഉള്ളവർക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കി തരാം. 5 മിനിറ്റ് താ. ആദ്യം നമുക്കൊരു സോങ് വേണം. ആ? അഭിനേത്രി, അഭിനയനേത്രി, നടഗായത്രി, മനസാലെ നിൻ കീർത്തികളെ പാടിടുന്നേ ഈ ജനവീതി. അഭിനേത്രി, അഭിനയനേത്രി. അയ്യോ മതി, മതി. ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് പറയൂ. ഡാർലിംഗ് ചക്കരെ തങ്കക്കുടവേ, നീ നേടിയത് ചെറിയ വിജയമല്ല, അത്ഭുതം, മഹാ അത്ഭുതം. അമ്മയുടെ മുമ്പില് നീ കാണിച്ച പെർഫോമൻസ് മുഴുവൻ ഞാൻ കണ്ടു. വാ വാ വാ, ശരിക്കും റിയലിസ്റ്റിക് ആയിരുന്നു. തകർത്തടുക്കി കളഞ്ഞു. നോക്ക്, ഇൻഡസ്ട്രിയില് നിന്നെ പോലുള്ളവര് വേണം. അമ്മയും അച്ഛനും എല്ലാം വിശ്വസിച്ചു. വിഷം പുറത്തെടുത്ത് നീ പെർഫോം ചെയ്തപ്പോ നീ ശരിക്കും ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും പേടിച്ചു. അവനീ ശ്രീകറും വരെ ഷോക്കായി പോയില്ലേ. അവനിക്ക് ശരിക്കും സ്ട്രോക്ക് വരുമെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സലയും കുത്തിവെക്കേണ്ടി വരുമെന്ന് വരെ ഞാൻ വിചാരിച്ചു. അവനിയെ അങ്ങനെ എണ്ണിച്ചില്ലേ നക്ഷത്രം. ഞാൻ ആ റേഞ്ചിൽ മെലോ ഡ്രാമ കളിച്ചാലല്ലാതെ ആരും എന്റെ റേഞ്ചിലേക്ക് വരില്ല. അതുകൊണ്ടാ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതും കൂടാതെ അവര് നമ്മളെക്കുറിച്ച് സത്യങ്ങൾ പറയരുതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവരെ ലോക്ക് ചെയ്തില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ടാണ് സെന്റിമെന്റ്സിന് വില കൊടുക്കുന്നവരുടെ അടുത്ത് അങ്ങനൊരു ഡ്രാമ കളിച്ചാലേ വർക്കൗട്ട് ആവുള്ളൂന്ന് കരുതി ആ വഴി തന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ എറിഞ്ഞ ബോളിന് വിക്കറ്റ് വീണില്ലേ? എന്തായാലും എന്താ, എന്നെ പെടുത്തിയ അവനിയെ നീ തിരിച്ചൊന്ന് പെടുത്തിയില്ലേ? അടിക്ക് തിരിച്ചടി കൊടുത്തതുപോലെ. നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവനി ഇനി കല്യാണം നടത്തി തരേണ്ടി വരും. അടിപൊളി, സൂപ്പർ. നിഹ, പിന്നെ ഈ സന്ദർഭത്തില് പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാ മധുരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിവേ
ആ ദാ വരുന്നമ്മേ. നിക നിക ഒന്ന് നിൽക്കും, ഒരു മിനിറ്റ്. നശിപ്പിച്ചു. ഛെ, കയ്യിൽ കിട്ടിയ ബിരിയാണി വായിലേക്ക് വെക്കാൻ പറ്റിയില്ലല്ലോ. രാജു സാറേ, പെട്ടെന്ന് കാർഡെടുത്ത് തീർക്കാൻ നോക്കുന്നേ. ഇതുവരെ അടുപ്പിച്ച് 3 കളി നിങ്ങൾ ജയിച്ചില്ലേ? ആ കിങ് കിട്ടിയല്ലോ. ഈ കിങ്ങിന്റെ കളി കഴിഞ്ഞല്ലോ. ഈ കളി ഞാൻ ജയിച്ചു. നിന്റെ മാത്രം കളിയല്ല, എല്ലാവരുടെയും കളിയും തീർന്നു കേട്ടോ. ആരടാ അത്? അയ്യോ വിട്ടോടാ. അയ്യോ എന്നെ പിടിക്കരുത്. സാറേ സാറേ വിട് സാറേ സാറേ പിടി സാറേ, പിടി സാറേ, എന്നെ പിടിക്കല് സാറേ. സാറേ സാറേ പ്ലീസ് സാറേ. എന്ത് സാറേ? ഈശ്വര ഭഗവാനെ, ഞാൻ രക്ഷപ്പെട്ടു. സാറേ 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 പ്ലീസ് സാറേ നടക്കടാ. സാറേ സാറേ പ്ലീസ് വാടാ. സാറേ വാ, സാറേ പോ സാറേ അങ്ങോട്ട്. സാറേ. ഇതെന്താ? എത്ര ഓടിയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നേ? ആരോ എന്നെ പിടിച്ചു വെച്ചതുപോലെ ഉണ്ടല്ലോ. നീ വല്ല റണ്ണിങ്ങിനും ഫസ്റ്റ് വന്ന ചാമ്പ്യനാണെന്ന വിചാരം. പാടാ ഇങ്ങോട്ട്. ഏയ്, വിടി സാറേ. എന്നെ വിട് സാറേ, സാറേ പ്ലീസ് സാർ. നടക്കടാ. കളിച്ചു വിടി പോരാ. സാറേ. നടക്കടാ ഇങ്ങോട്ട്. സാർ പ്ലീസ് സാർ, പ്ലീസ് സാർ. സാർ 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 ഒന്ന് ക്ഷമിക്കുക സാറേ, പ്ലീസ് സാർ. സാർ ഓയ ക്ഷമിക്ക് സാർ. അകത്ത് കിടക്കടാ. സാർ ചെല്ല്. സാർ സാർ പ്ലീസ് സാർ. സാർ സാർ ഒന്ന് ക്ഷമിക്കുക സാറേ. എസ് ഐ സാറിനെ കാണേണ്ടതുപോലെ പുറത്ത് വെച്ച് കണ്ടോളാം. ഒന്ന് ക്ഷമിക്കുക സാറേ, പ്ലീസ് സാർ. നാക്കടക്കി വെച്ചിട്ട് എല്ലാവരും മുട്ടയിലിരിക്കടാ. പറഞ്ഞേ ചെയ്യടാ. ജോലിയും കൂലിയൊന്നും ഇല്ല ഒരുത്തിനും. ചീട്ട് കളിച്ചിരിക്കണ. പറഞ്ഞാ മനസ്സിലാവില്ല നിനക്കൊന്നും. സാറേ തെറ്റുപറ്റിപ്പോയി. ഫൈൻ എഴുതി തന്നിട്ട് വിട് സാറേ. നടക്കില്ല. എല്ലാവരും കോർട്ടിലേക്ക് വന്നേക്കണം. ജഡ്ജി പറയുന്ന ശിക്ഷ അനുഭവിക്കുകയും വേണം. ഇനി അഥവാ ഫൈൻ കിട്ടിയ ഫൈൻ അവിടെ വെച്ച് തന്നെ അടയ്ക്കുകയും വേണം. സാർ ഇവരുടെ അവസ്ഥ പോലെ ഒന്നുമല്ല, എന്റെ അവസ്ഥ വേറെയാ സാറേ. ഓഹോ, നീ അത്രയ്ക്ക് സ്പെഷ്യലാ. മോളിൽ നിന്ന് പൊട്ടി വീണതാ. ഞാൻ ആരാണെന്ന് സാർ കരുതിയത്? രാജാണ്, പൃഥ്വിരാജ്. വേദവതി അമ്മയുടെ കുടുംബത്തില് ഒരേ ഒരു മരുമകനുള്ളത് ഞാനാ. ഈ ഞാനെങ്ങനെ ഒരൊറ്റ കോൾ ചെയ്ത് കഴിഞ്ഞാ എന്റെ അച്ഛനും അമ്മയും ഭാര്യയും മകളും എന്റെ അളിയന്മാരും കൂട്ടത്തോടെ വന്ന് ഈ സ്റ്റേഷൻ തകർത്ത് കളയും. 5 മിനിറ്റിനകം എന്നെ അവരിവിടുന്ന് കൊണ്ടുപോയിരിക്കും. പൃഥ്വിരാജിനെ തൊട്ടാ സുഖമായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അധികം പേരുടെ ആവശ്യമൊന്നുമില്ല സാർ. എന്റെ ഭാര്യ മാത്രം മതി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനും എന്നെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടു പോകാനും. ആണോ? എങ്കി അവളെ തരേന്ന് വിളിക്ക്. എങ്ങനെ കൊണ്ടുപോകുന്നു എനിക്കൊന്ന് കാണണം. അറസ്റ്റ് ചെയ്യുമ്പോ എല്ലാവരും ഇന്നാളുടെ മരുമകനാ, എനിക്ക് MLA അറിയാം, മന്ത്രി അറിയാം, അവരെ അറിയാന്നൊക്കെ കഥകൾ ഇറക്കാറുണ്ട്. ഒരാഴ്ച ജയിലിൽ പോയി കിടന്നാലേ നീയൊക്കെ പാഠം പഠിക്കൂ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ലല്ലേ? ഫോണിങ്ങെടുത്തേ, ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ആ കോൺസ്റ്റബിളെ, സാറിന് ഫോണൊന്ന് കൊടുക്ക്. ആരെയെ വിളിക്കാനുണ്ടത്രേ. അവനി, താനെന്താ ആലോചിക്കുന്നേ? നമുക്കൊന്ന് നമ്മുടെ കുലഗുരുവിനെ പോയി കണ്ടാൽ നന്നായിരിക്കുന്നു തോന്നുന്നു ഏട്ടാ. അതെന്തേ? അവസ്ഥകളെ കൈവിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് നിഹാരിക്കെ കുറിച്ചെല്ലാം ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ നമുക്ക് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തന്നാലോ? 15-ാം തീയതി വരേക്കും മൗനവ്രതത്തിലായിരിക്കുമെന്ന് പറഞ്ഞതല്ലേ?
ഈ സമയത്ത് അവിടെ പോയിട്ട് ഒരു പ്രയോജനവുമില്ല. അതുമല്ല, താൻ അവിടേക്ക് ഒറ്റയ്ക്ക് പോയെന്ന് ആ നിഹാരിക എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലേ തന്നെ അവളെ കുറ്റക്കാരിയാക്കാനേ ശ്രമിക്കുള്ളൂ. ചേച്ചി, എന്താ അനിയ? അളിയനെ രാവിലെ തൊട്ട് കാണുന്നില്ലല്ലോ. പണി ഉണ്ടേലും ഇല്ലേലും എപ്പോഴും എല്ലാവരുടെയും മുമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. പാവം ചേട്ടൻ ഈ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ വേറെ ഒരു പണിയും ഇല്ലല്ലോ. പുറത്തു പോയാ പറഞ്ഞിട്ട് പോകുമായിരുന്നു. പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്നുണ്ട്. ചേച്ചി, അളിയന് വേറെ ഇടപാടൊന്നും ഇല്ലല്ലോ അല്ലേ? പായടക്കടാ, തോന്നിയാസം പറയുന്നോ? നിന്റെ അളിയനാ അനിയ? അപ്പൊ അളിയന് 100 ആയസാ. ഹലോ വസന്തേ, കുറെ നേരമായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുവാ, കിട്ടിയില്ലല്ലോ. ഫോൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും റേഞ്ച് കിട്ടാത്തോണ്ടാവും. അല്ല, നിങ്ങൾ ഇതിപ്പോ എവിടെയാ? അത് പിന്നെ ആരോടും പറയാതെ പുറത്തു പോയെന്നും പറഞ്ഞ് എല്ലാരും നിങ്ങളെ കുറിച്ചാ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ആണോ? അമ്മയും അച്ഛനൊക്കെ അവിടെ ഉണ്ടോ? ഇല്ല ഏട്ടാ, നമ്മുടെ ഗാങ്ങേ ഉള്ളൂ. അളിയാ, നിങ്ങൾ എന്തായാലും ഇപ്പൊ പുറത്തല്ലേ? തിരിച്ചു വരുമ്പോ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. അതെ ഏട്ടാ, എന്റെ അനിയൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ആ, കേട്ടു, ശരിക്കും കേട്ടു. ആദ്യം വിളിച്ച കാര്യം പറ. ക്ഷേമാന്വേഷണങ്ങളൊക്കെ അതിന് പിന്നെ ആകാം. അല്ല, അതാരാ? SI സാറാ. അയാളുടെ അടുത്തേക്ക് നിങ്ങൾ എന്തിനാ പോയത്? അയാളാ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റേഷനിലേക്കോ? ആ, ഞാൻ കൂട്ടുകാരായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ അയാൾ എന്നെ പിടിച്ചോണ്ട് വന്നതാ. എന്ത് കളിയാ കളിച്ചേ? അത് പിന്നെ ഫോണിങ്ങാടാ. ഹലോ SI സാറേ, എന്റെ കെട്ടിയോൻ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്നതും തെറ്റാണോ? എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? നിങ്ങളുടെ കെട്ടിയവൻ കളിച്ചതേ ക്രിക്കറ്റോ ക്യാരംസോ ചെസ്സോ ഒന്നും അല്ല, പിന്നെ ചീട്ടുകളിയാ. ചീട്ട് കളിച്ചെന്നോ? അതെ, അതുകൊണ്ടാ എല്ലാവരെയും പിടിച്ചോണ്ട് വന്ന് അകത്തിട്ടത്. ഇയാളൊരു ഫോൺ ചെയ്താ നിങ്ങൾ എല്ലാവരും വന്ന് 5 മിനിറ്റിൽ ഇറക്കിക്കൊണ്ടു പോകുന്നൊക്കെയാ ബിൽഡപ്പ് വന്നത്. ഇവരെ വിടുന്ന പ്രശ്നമില്ല, കോർട്ടിലേക്ക് കൊണ്ടുപോയിരിക്കും, ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കും. വസന്തേ, ബോധമുണ്ടോ നിങ്ങക്ക്? രാവിലെ ഇവിടുന്ന് മലമറിക്കാനെന്ന മട്ടി പോയത് ചീട്ട് കളിക്കാനായിരുന്നോ? വസന്തേ, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആദ്യം നീ എന്നെ ഇവിടുന്ന് പുറത്തിറക്ക്. പൃഥ്വിരാജ് പോലീസ് സ്റ്റേഷനിലാന്ന് അറിഞ്ഞാ എന്റെ ഫാൻസ് മൊത്തം പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാ. ഓ, അതിന് മാത്രം ഫാൻസ് ഉണ്ടല്ലോ. ഫോൺ വെച്ചിട്ട് പോ. എന്റെ ഭാര്യ വന്ന് എന്നെ ഇറക്കിക്കൊണ്ടു പോകും. നിങ്ങളുടെ അവസ്ഥ എന്താ? ഒരുപാട് വന്നതല്ലേ, ഇത്തവണ വരില്ല. കളിക്കുകയാണെങ്കിൽ വല്ല ക്രിക്കറ്റോ ഷട്ടിലോ വല്ലതും കളിക്കണം. ചൂത് കളിച്ചിരിക്കാൻ അളിയന് നാണമില്ലേ? എന്തോ അറിയാതെ അങ്ങോട്ട് പോയതായിരിക്കും. ഇപ്പോഴാണ് അച്ഛനും അമ്മയും വീട്ടിലും ഇല്ല. അനിയ, നീ പോയി അളിയനെ ഇറക്കിക്കൊണ്ടു വാടാ. അമ്മോ, ഞാനോ? ചേച്ചി, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് പോലും കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് എങ്ങനെ പോകും ചേച്ചി? അത് മാത്രമല്ല, അടുത്ത് തന്നെ എന്റെ കല്യാണം കൂടെ ഉള്ളതല്ലേ. ഈ സമയത്ത് ഞാൻ സ്റ്റേഷനിലേക്കും കൂടെ പോയി എന്നറിഞ്ഞാ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ വരെ സാധ്യതയുണ്ട്. അത് സത്യമാണ് വസന്ത ചേച്ചി. നിങ്ങളൊന്ന് രാധാകൃഷ്ണ ചേട്ടനെ വിളിച്ചു നോക്കൂ. ആ, അത് ശരിയാ. ചേട്ടൻ ഇതിന് കറക്റ്റാ. ഹലോ, എന്താ ചേച്ചി? അനിയ, അളിയനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തടാ. എന്തിനാ? ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ പിടിച്ചതാണത്രേ. നീയൊന്ന് പെട്ടെന്ന് പോയി അളിയനെ ഒന്ന് സ്റ്റേഷനിൽ നിറക്കടാ. അളിയനെന്താ റെയിൽവേ സ്റ്റേഷനിലാണോ ഉള്ളത്? പെട്ടെന്ന് പോയി കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരെ. പുറത്തു പോണോ? ഞാൻ തിരക്കിട്ടുള്ള ഒരു ജോലിയാ, എന്നെ കൊണ്ട് വയ്യ. നിങ്ങൾ നോക്കിക്കോ. അവനും വരില്ലെന്നാ പറയുന്നത്. ഇനി എന്ത് ചെയ്യും?